നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫി എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് അലമാരയിൽ എത്തിക്കാൻ സാധിക്കേണ്ടതായുണ്ട്. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം തീപാറുമെന്ന കാര്യം ഉറപ്പാണ്. ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇതിനുശേഷമാണ് പാകിസ്ഥാനെതിരായ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ മത്സരം ഇന്ത്യക്ക് പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് മുന്നറിയിപ്പ് നൽകാനുള്ളതായി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പൻ വിജയം നേടിയെടുക്കാനാകും ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ശ്രമിക്കുക. ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് പലവിധ പ്രവചനങ്ങളും പുറത്തു വരുന്നുണ്ട്. പല മുൻതാരങ്ങളും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാകുമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഇന്ത്യ ചില സൂപ്പർ താരങ്ങൾക്ക് വിശ്രമം നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യ KL രാഹുലിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം നൽകിയേക്കും എന്നാണ് വിവരം. രണ്ടുപേരും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3 മത്സരങ്ങളും കളിച്ചിരുന്നു. വിക്കറ്റ് കീപ്പർ റോളിൽ കളിച്ച രാഹുലിന് മൂന്നാം മത്സരത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം നടത്താനായത്. ആദ്യത്തെ 2 മത്സരത്തിലും രാഹുലിന് ശോഭിക്കാനായില്ല. രാഹുൽ കളിക്കുമ്പോൾ ഋഷഭ് പന്തിന് വിശ്രമം ഇന്ത്യ നൽകിയിരുന്നു. ബംഗ്ലാദേശിനെതിരെ ഋഷഭ് പന്തിനെ കളിപ്പിച്ച് രാഹുലിന് വിശ്രമം നൽകാൻ ഇന്ത്യൻ ടീം ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇടം കൈൻ ബാറ്ററായ ഋഷഭിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ പരിഗണിക്കാൻ സാധ്യത കുറവാണ്. അക്ഷർ പട്ടേൽ 5ാം നമ്പറിൽ കളിച്ച് മികവ് കാട്ടിയതോടെ ഋഷഭ് പന്ത് പ്ലേയിങ് ഇലവനിൽ എത്താനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ രാഹുലിന് ബംഗ്ലാദേശിനെതിരെ വിശ്രമം നൽകി പാകിസ്ഥാനെതിരെ കളിപ്പിക്കാൻ ഇന്ത്യ പദ്ധതി ഇടുന്നതായാണ് സൂചന. രാഹുലാണ് 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത്. എന്നാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് രാഹുലിന് നിർണായക വിശ്രമം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ദുബായിലാണ് ഇന്ത്യയുടെ മത്സരം. ദുബായിലെ സാഹചര്യം സ്പിന്നിന് അനുകൂലമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ശക്തമാണെന്നിരിക്കെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബംഗ്ലാദേശിനെതിരെ വിശ്രമം നൽകിയേക്കും എന്നാണ് വിവരം. പേസ് ഓൾറൗണ്ടറായ ഹാർദിക്കിന് ഇംഗ്ലണ്ടിനെതിരെ കാര്യമായ പ്രകടനം നടത്താനായിരുന്നില്ല. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലൂടെ ഇന്ത്യ 4 സ്പിന്നർമാരെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്പിൻ ആക്രമണത്തിന് തന്നെയാകും മുഖ്യ പരിഗണന നൽകുക. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ സ്പിന്നിന് മുൻതൂക്കം നൽകിയേക്കും. അങ്ങനെ വന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം വരുൺ ചക്രവർത്തി കളിച്ചേക്കും. രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവർക്കാകും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ അവസരം ലഭിക്കുക. പാകിസ്ഥാനെതിരെ സ്പിന്നർമാർ ആരൊക്കെയാകുമെന്ന് തീരുമാനിക്കുക ഇതിലൂടെയാണെന്നും പറയാം.